ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. റിയമോള് ട്യൂഷൻ പഠിക്കുന്ന A+ അക്കാദമിയുടെ A+ കാർണിവൽ സെലിബ്രേഷൻ അടിച്ചു പൊളിച്ച് നടത്തുന്ന വിശേഷങ്ങളും അതിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളും ഒക്കെ പങ്കുവച്ചാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കണൊന്ന് അമർത്തി കമൻറ്റൊക്കെ ഒന്ന് ഇടണേ. കുട്ടികളുടെ ഡാൻസും പാട്ടും എല്ലാ കലാപരിപാടികളും ഒന്നിനൊന്നും മെച്ചം തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും പ്രോഗ്രാമുകളുണ്ടായിരുന്നു, പാട്ടുകളുണ്ടായിരുന്നു. എല്ലാം കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് നല്ലൊരു വൈബിൽ തന്നെയാണ് പിള്ളേരെല്ലാം ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാ ഡാൻസുകളും പാട്ടുകളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നല്ലാണ്ട്, പക്ഷേ അത് നമ്മുടെ യൂട്യൂബ് നമുക്ക് കോപ്പി റൈറ്റിംഗ് എന്നൊരു പരിപാടി ഉള്ളതുകൊണ്ട് അതൊന്നും നടക്കില്ല. എനിക്ക് മാക്സിമം ഞാൻ പറ്റുന്ന വീഡിയോസിൻ്റെയൊക്കെയും കുറച്ച് ഭാഗങ്ങളൊക്കെയും ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല പ്രോഗ്രാം ഇരുന്നു, പക്ഷെ എല്ലാം എനിക്ക് പണിയെടുത്തുകൊണ്ട് ഞാനത് ചെയ്യുന്നുണ്ട്. ഒരു വരിയാണോ, രണ്ട് വരിയാണോ, മൂന്ന് വരിയാണോ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണോ, രണ്ട് സ്റ്റെപ്പാണോ, അല്ലെങ്കിൽ ഒരു വാക്കാണോ, രണ്ട് വാക്കാണോ, മുന്നിൽ വരിക, അവതരിപ്പിക്കുക. നമ്മളിപ്പോൾ ചിത്രശലഭങ്ങളാണ്. ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് പാതി പറക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞാൽ ഈ തന്ത വൈബൊക്കെ പറയില്ലേ, ഇപ്പോഴത്തെ തന്തവൈബിന്റെ പുതിയ അർത്ഥം പക്വത എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വൈബിലേക്കൊക്കെ എത്തിപ്പെട്ടേണ് നമുക്ക് ആ സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലല്ലോ, നമുക്കൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ആർക്കും വരാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള വേദികളൊക്കെ മാക്സിമം ഉപയോഗിക്കാം. അടുത്തത് ഫൈസൽ സാറ്, അടിപൊളി സോങ് കേട്ടോ, ആരും കരഞ്ഞു പോകരുത് കേട്ടോ. ചെറിയൊരു പാട്ടാണ്. ജിഷ്ണു പറഞ്ഞ പാട്ടാണ്. ഒരു പുഷ്പം മാത്രമൻ ഒടുവിൽ നേരെത്തുമ്പോ ചൂടിക്കുവാ. സാറിൻ്റെ പാട്ട് എല്ലാ കുട്ടികളും നന്നായി എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. സ്റ്റേജിൽ പിള്ളേർ കളിക്കുമ്പോൾ ഒപ്പം ഓഡിയൻസ് ഇരിക്കുന്നവരും എല്ലാത്തിനും സ്റ്റെപ്പ് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. 2019 ആരംഭിച്ച A+ അക്കാദമി നല്ല രീതിയിൽ തന്നെ തലമുറകളെ വാർത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇവരുടെ ഓരോ ആക്ടിവിറ്റീസും ക്ലാസ്സിലത്തെ ടീച്ചേഴ്സാണെങ്കിലും ശരി, ഞാൻ പലപ്പോഴും റിയമോളിനെ സ്കൂളിൽ ട്യൂഷന് കൊണ്ടാക്കുക ഞാൻ എന്നെ വിളിച്ചിട്ട് വരും, ഞാൻ ചെയ്യട്ടോ. വിളിച്ചിട്ട് വരുമ്പോൾ സാറിങ്ങനെ ഫിറോസ് സാറൊക്കെ ഇങ്ങനെ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പം ഞാൻ റിയമോളോട് ചോദിച്ചു, ഇത് എന്തിനാണ് സാറിങ്ങനെ നടക്കുന്നത്, സ്റ്റാൻഡിലൊക്കെ ചുറ്റിട്ടുണ്ടല്ലോ എൻ്റെ സാറ് പറഞ്ഞു. അങ്ങനെ ഞാൻ സാധനങ്ങൾ വാങ്ങാനും ഇതിലേക്കും പോണ സമയത്തേക്ക്, ഇങ്ങനെ ട്യൂഷൻ വിടുന്ന സമയത്തേക്കും സാറ് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും പരിസരത്തൊക്കെ എപ്പോഴും കാണാം കേട്ടോ. അപ്പോൾ റിയമോള് പറയണത്, അമ്മ അങ്ങനെ സാറ് കുട്ടികളെ പിടിക്കാൻ നടക്കുക പറയും. അതായത് ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ പോവല്ലേ. വേറെ സാറുമാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ശ്രദ്ധയൊന്നും ചെലുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാറ് ചേലക്കരയിൽ സ്റ്റാൻഡിലും എല്ലാവിടെയും നടന്ന് നോക്കൂത്ര, പിള്ളേർ വീട്ടിൽ പോയോ അതോ എന്തെങ്കിലും പിക്രസ് ഒപ്പിക്കുന്നുണ്ടോയെന്നൊക്കെയും നടന്ന് കണ്ടുപിടിച്ചിട്ട് അവരൊക്കെയും പിടിക്കുന്നു പറയുക സാറ്. അപ്പം അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കളിക്കാൻ വന്നവരും കാണാൻ വന്നവരും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ, ഡാൻസിനും പാട്ടിനും എല്ലാത്തിനും പരിപാടികളിൽ പങ്കെടുക്കാൻ. പക്ഷേ എനിക്കൊന്നും അറിയാത്തത് കൊണ്ടും പേടി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സിലെ ടീച്ചേഴ്സ് പാഠം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എണിപ്പിച്ച് നിർത്തുമ്പോൾ തന്നെ ഞാനിങ്ങനെ കൊടുന്ന് നിൽക്കും. എനിക്ക് വായിക്കാൻ പറ്റില്ല. വീട്ടിൽ നല്ല അസലായിട്ട് വായിക്കും പാഠങ്ങൾ സ്കൂളിലത്തേന്ന്. പക്ഷേ സ്കൂളിലെ ടീച്ചേഴ്സ് ഇങ്ങനെ എണീപ്പിച്ച് നിർത്തിയാൽ എല്ലാം പേടിയാണ്.
അതേപോലെ തന്നെ ഡാൻസും പാട്ടൊക്കെ നല്ല ഇഷ്ടമാണെങ്കിലും അതൊന്നും കളിക്കാനും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ് മനസ്സിൽ. പക്ഷേ അതൊക്കെയും പേടിയായിരുന്നു. എല്ലാത്തിലും കളിക്കാനും ഒക്കത്തിനും പരിപാടികളിൽ പങ്കെടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഒന്നിലും പങ്കെടുത്തിട്ടില്ല കേട്ടോ. ആകെ പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺവെൻറ്റ്, നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ 7, 8, 9, 10 ഈ ക്ലാസ്സുകളിൽ ഒപ്പനയ്ക്ക് മണവാട്ടി കിട്ടിയിരിക്കും. അതിന് മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അതാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, വേറെ ഒന്നിനും വേണ്ടല്ലോ. അപ്പോൾ മണവാട്ടി എന്ന് പറഞ്ഞാൽ അപ്പം പിള്ളേരൊക്കെ എൻ്റെ പേര് പറയും. അപ്പോൾ പിന്നെ അതിങ്ങനെ വെറുതെ ഒരു വെയിറ്റ് ഇട്ടിട്ട് വേണ്ടെന്ന് പറയുമെങ്കിലും ഉള്ളിൽ എനിക്ക് കയറി ഇരിക്കണം എന്നൊക്കെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇരിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയമോളിനെ ഞാൻ LKG മുതൽ തന്നെ എല്ലാ ഡാൻസിനും പാട്ടിനും ഒക്കത്തിലും മത്സരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ നമ്മൾ CBSE സ്കൂളിലാണ് പഠിച്ചത്, 1 മുതൽ 7 വരെ. അവിടെ എല്ലാ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ വർഷവും എല്ലാ പരിപാടികൾക്കും അവൾ പങ്കെടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ട്രോഫികളും എല്ലാം കിട്ടിയിട്ടുണ്ട് അവൾക്ക്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് കോൺവെൻറ്റ്, നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലേക്കാണ് 8ാം ക്ലാസ്സിൽ ചേർത്തത്. അപ്പോൾ കേരള സിലബസിലേക്ക് മാറ്റി. അവിടുന്ന് മുതൽ ഇപ്പോൾ 10ാം ക്ലാസ് വരെ അവൾ സ്കൂളിലൊന്നിലും പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ തീർത്ത് പറയും, മോളെ നീ എന്താ പങ്കെടുക്കാത്ത ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്ക് താല്പര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക ചെയ്യാറ്. പക്ഷേ ഇവിടെ നമ്മുടെ A+ കാർണിവലിന് അവൾ, ഞാൻ പറഞ്ഞൊന്നുമില്ല, പക്ഷെ അവളായിട്ട് തന്നെയാണ് അവളും അവളുടെ ഫ്രണ്ട് ദിയും കൂടിയിട്ട് ഡാൻസ് കളിക്കാമെന്ന് അവർ പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പിന്നെ ദിയമോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടും റിയമോൾ അങ്ങോട്ട് പോയിട്ടും അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിലേക്കും ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക ചെയ്തത്. വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് അവൾ ഡാൻസ് ആണെങ്കിലും പഠിത്തമാണെങ്കിലും ഒക്കെ പഠിച്ചെടുക്കും കേട്ടോ. വേണമെന്ന് വെക്കണം. A+ അക്കാദമിയുടെ ബ്രാഞ്ചസ് ഒറ്റപ്പാലം, തൂത അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷനൊക്കെ ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. A+ അക്കാദമിയുടെ എടുത്തു പറയേണ്ട നേട്ടങ്ങളിലൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ അഡ്മിഷൻ ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ സോഷ്യൽ സയൻസിൽ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ റിയമോൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഫോക്കസ് ഫോക്കസ് A+ അക്കാദമി ഫോക്കസ്. ഇത് രണ്ടോട്ടം പറയും. A+ അക്കാദമി ഫോക്കസ്. ഗില്ലി 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 അബ്രാക്കഡബ്ര. അബ്രാക്കഡബ്ര. ഫോക്കസ് ഫോക്കസ് A+ അക്കാദമി ഫോക്കസ് ഗില്ലി ഗില്ലി.
നമുക്ക് ഈ വേദിയിൽ തന്നു. അതിന് ഹയാ ഫാത്തിമയോട്, പ്രത്യേകിച്ച് അയാളുടെ ഉപ്പയോടും A+ അക്കാദമിയുടെ പേരിലും ഓരോ അധ്യാപകരുടെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലും A+ കാർണിവലിന്റെ പേരിലും ഉപ്പയുടെ ഒന്ന് വേദിയിൽ കയറിയല്ലോ. ഉപ്പ നല്ലൊരു നിരീക്ഷണമാണ്. മക്കൾ പഠിത്തത്തിൻ്റെ ഇടയിലത്തെ ടെൻഷനൊക്കെയും കളഞ്ഞ് നല്ലൊരു റിലാക്സേഷൻ കിട്ടാൻ ഇങ്ങനത്തെയൊക്കെയും പരിപാടികൾ ഇടയ്ക്കൊക്കെ സംഘടിപ്പിക്കുന്നത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം കുട്ടികൾ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ഓരോ പരിപാടി ആസ്വദിക്കുന്നത്. പിള്ളേർ മാത്രമല്ല, പിള്ളേരുടെ കൂടെ ടീച്ചേഴ്സും എല്ലാവരും, സാർമാരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഈ പരിപാടികളൊക്കെ ആസ്വദിക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ കളിക്കുന്നതെല്ലാം. പിന്നെ A+ന് അഭിമാനിക്കാവുന്നൊരു നേട്ടം എന്ന് എനിക്ക് തോന്നിയത് എക്സ്ട്രാ കോച്ചിങ് ഒന്നും പോവാതെ A+ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ്. അത് കുഞ്ഞു കാര്യമൊന്നുമല്ല, വലിയ കാര്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ A+നെ പറ്റി പറയുകയാണെങ്കിൽ നൈസർ, MG യൂണിവേഴ്സിറ്റി ഇവിടങ്ങളൊക്കെയും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസിന് കിട്ടിയിട്ടുണ്ട് അഡ്മിഷൻ കേട്ടോ. ഇതൊക്കെയും എടുത്തു പറയേണ്ട നേട്ടങ്ങളിൽ തന്നെയാണ്. ട്യൂഷൻ ചേർക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അന്വേഷിക്കുമല്ലോ. അപ്പോൾ അറിയാൻ കഴിഞ്ഞത്, നമുക്ക് മനസ്സിലായത് എന്താണെന്ന് പറയണ്ടെങ്കിൽ MA B.Ed കഴിഞ്ഞ ടീച്ചേഴ്സ്, MPhil കഴിഞ്ഞ ടീച്ചേഴ്സ്, അതേപോലെ PhD ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെയാണ് A+ൻ്റെ അധ്യാപകരെന്ന് തന്നെയാണ് മനസ്സിലാക്കിയതും നമുക്ക് അവിടെ ചേർക്കാനുള്ള പ്രചോദനം നൽകിയതും അതൊക്കെ തന്നെയാണ് കേട്ടോ. പഠിച്ചിറങ്ങിയ കുട്ടികളെ ഒഴിവാക്കുന്നൊരു സിസ്റ്റം അല്ല അവിടെ ഉള്ളത്. ഭാവി പഠനത്തിനുള്ള ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ ഇവിടുത്തെ അധ്യാപകർ തന്നെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ A+ന് സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. അതിൽ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് പറയുന്നത്, ഇവിടെ 18 വയസ്സിന് മുകളിലുള്ള പിള്ളേർ പഠിച്ചിറങ്ങില്ലേ, അവർക്കെല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അതായത് A+ ബ്ലഡ് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ. ഇവിടുത്തെ അധ്യാപകരും അതേപോലെ വിദ്യാർത്ഥികളെല്ലാവരും ഹോസ്പിറ്റലിൽ ആവശ്യം വരുമ്പോൾ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. ഈ A+ ബ്ലഡ് ബാങ്കിലൂടെ ഇവർ ചെയ്യുന്നുണ്ട്. ഈ പാട്ടുകൾ ഇവർ അങ്ങനെ സ്റ്റേജിൽ കിടക്കുമ്പോൾ എന്ത് രസമാണ്. സ്റ്റേജിൽ പാട്ടുകൾ പാടുമ്പോൾ ഇങ്ങനെ കുട്ടികൾ കളിക്കുമ്പോൾ ഒപ്പം ഇത് വീഡിയോസ് എടുക്കാനൊന്നും പറ്റുന്നില്ല. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എന്താ പറയുക, കോപ്പി റൈറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കേട്ടോ. എനിക്ക് എല്ലാ പാട്ടുകളും അതേപോലെ വീഡിയോകളൊക്കെ എല്ലാം ജോലി തന്നെയാണ്. പക്ഷേ ഒരു നിർവാഹമില്ല. എനിക്ക് കോപ്പി റൈറ്റിങ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊന്നും ഉണ്ടാക്കിയത് കേട്ടോ. സ്റ്റേജിൽ ഇനിയിപ്പോൾ കളിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കളിക്കാൻ വിഷമമുള്ള പിള്ളേർ സ്റ്റേജിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ആടി തിമർക്കുന്നുണ്ട് കേട്ടോ. ഓരോ സൈഡിൽ നിന്നിട്ട് അവർക്ക് പറ്റുന്നത് പോലൊക്കെയും കളിക്കുന്നുണ്ട്. ഓരോ ഭാഗത്തും നന്നായി അടിച്ച് പൊളിച്ചിട്ടുണ്ട് സ്റ്റേജിൽ കളിക്കുന്നവർക്ക്. ഒപ്പം തന്നെ എല്ലാ പിള്ളേരും ഒരുവിധം എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇവർ DJ പരിപാടിയുണ്ട്, DJ പ്രോഗ്രാം ഉണ്ടെന്ന് സാറ് അനൗൺസ് ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോ പരിപാടി കഴിയുമ്പോഴും പിള്ളേർക്ക് പെട്ടെന്ന് കയറി സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാനും അതേപോലെ പെട്ടെന്ന് ഇറങ്ങാനും അതെല്ലാം ചെയ്ത് വേഗം നമുക്ക് ടൈം കളയാതെ ഇരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാനും നമുക്ക് DJയിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് സാറ് അനൗൺസ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ.
ഞാൻ ഈ വീഡിയോയിലത്തെ ഡാൻസിൻ്റെയൊക്കെയും പല പാട്ടുകൾ അതിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ മ്യൂട്ടാക്കിയിട്ട് ഈ വോയിസ് കൊടുക്കുന്നത് ഞാൻ എന്തൊക്കെ കൊടുക്കാമെന്ന് ഇതിനെപ്പറ്റി ഓരോന്നും ആലോചിച്ചിട്ടാണ് ഓരോ A+നെ പറ്റിയിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് ആദ്യം വിചാരിച്ചിട്ടോ A+ൻ്റെ പ്രോഗ്രാമിലേ നടക്കുന്നത് അതുകൊണ്ട് തന്നെ A+ൻ്റെ വിശേഷങ്ങളും A+നെ പറ്റിയിട്ടും അവിടുത്തെ സാറുമാരെ പറ്റിയിട്ടും എല്ലാം വിശദമായിട്ട് വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അതെല്ലാം അന്വേഷിച്ചിട്ട് അതിന് അനുസരിച്ചിട്ട് തന്നെ വോയിസ് കൊടുത്തു കേട്ടോ. ഇതെല്ലാവർക്കും ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും എനിക്കും എന്തെങ്കിലുമൊക്കെ വോയിസ് കൊടുത്താൽ തന്നെ അല്ലേ എനിക്ക് ഈ പ്രോഗ്രാമൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്താ പറയുക മ്യൂട്ടാക്കിയിട്ടിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ആവില്ല. പിന്നെ എല്ലാവരും നമ്മൾ അടിച്ചു വിടാണ്ട് എല്ലാം ഫുൾ വീഡിയോസും കാണണം കേട്ടോ. നല്ല പ്രോഗ്രാമാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. സംഗതി ഫസ്റ്റ് പാട്ട് ഞാൻ ആദ്യം കൊടുത്തു, അന്നത്തെ പിറ്റേ ദിവസം ഞാൻ കൊടുത്തു കേട്ടോ. പിന്നെ സെക്കൻഡ് പാട്ട് ഇതുപോലെ നമുക്ക് ബ്യൂട്ടി ഇത് എഡിറ്റ് ചെയ്യാനെങ്കിൽ നേരം പിടിച്ച് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ പഠിക്കാൻ കൊണ്ട് അവരൊന്നും ഹെൽപ്പ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല. എനിക്ക് അറിയുന്നത് പോലെ വോയിസ് കൊടുത്തിട്ട് എല്ലാം ഇതിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ഇങ്ങനെ എഡിറ്റിങ്ങും അതേപോലെ കട്ട് ചെയ്യണതും അതുപോലെ സൗണ്ട് കൊടുക്കുന്നതൊക്കെയും ഞാനിങ്ങനെ കുറേശ്ശെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എന്നാലും മാക്സിമം ഞാൻ ഇതൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ കുബൂസിൻ്റെ, അതായത് നമ്മുടെ കുബൂസിന് വരുന്ന സുഹൃത്താത്താൻ്റെ കാല് എന്താ പറയുക ഉളുക്കി വീണിട്ട് എന്താ സ്ക്രാച്ചായിട്ട് ബാൻഡേജ് കെട്ടിയിട്ട് കാല് നിലത്ത് കൂട്ടാൻ പറ്റില്ല പറഞ്ഞിട്ട് ആൾ റെസ്റ്റിലാണ്. അപ്പോൾ ആളുടെ പണിയും കൂടി എൻ്റെ പണിക്കാണ് വന്നിട്ടുള്ളത്, അതും ചെയ്യണം. അപ്പോൾ മറ്റേ നമ്മുടെ എന്താ പറയുക കുബൂസിൻ്റെ പരത്തലും അതുപോലെ കേക്ക് ഉണ്ടാക്കാണ്ടിരുന്നു, അതെല്ലാം ചെയ്ത് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നിട്ടാണ് ഞാൻ വേഗം A+ത്തെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് മാക്സിമം എന്നെക്കൊണ്ടാവുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ എത്താൻ നോക്കി കേട്ടോ. റിയമോളും ഫ്രണ്ട്സും ആദ്യം ബസ്സിൽ വന്നു. ഞാനത് കഴിഞ്ഞിട്ട് വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂട്ടി എടുത്തിട്ട് വേഗം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ പറയുക DJ പ്രോഗ്രാം കുറച്ച് കണ്ടു കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ ഒരു കേക്ക് കൊടുക്കേണ്ട ടൈം വന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ അത് ഡെലിവറി ചെയ്യാൻ നേറ്റ കേക്കായതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ ടൈമിൽ പോയിട്ട് വേഗം കേക്ക് ഡെലിവറി ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടാണ് പിന്നെ റിയമോളേക്കും വിളിച്ചിട്ട് പോയത്. പിന്നെ എല്ലാവർക്കും ഇതിപ്പോൾ സ്റ്റേജിൽ കയറി കളിക്കാൻ പറ്റാത്തവരൊക്കെയും വിഷമം തീർന്നു എന്ന് എനിക്ക് തോന്നിയത് ഇവരുടെ DJ പ്രോഗ്രാം കണ്ടപ്പോഴാണ് കേട്ടോ. ഈ ചെയറുകളെല്ലാം ബാക്കിലേക്ക് ഇട്ടിട്ട് പിന്നെ എന്താ പറയുക എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് തന്നെ എല്ലാവരും ഡാൻസ് ചെയ്തു കേട്ടോ. ഒരു നല്ലൊരു എന്താ പറയുക വൈബ് തന്നെയായിരുന്നു ആ ടൈമിൽ. ഒരുമാതിരത്തെ ബിരിയാണി ചിക്കൻ ബിരിയാണി തിന്നണ തിരക്കിലായിരുന്നു കേട്ടോ. വെജിറ്റബിൾ വേണ്ടവർക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താ പറഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും സാർമാരുടെയൊക്കെയും ഡാൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ പിള്ളേരൊക്കെ ഡാൻസ് കഴിഞ്ഞ ശേഷം സാർമാരും ടീച്ചേഴ്സൊക്കെ നന്നായി കളിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതെല്ലാം വോയിസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു, അത് കോപ്പി റൈറ്റിംഗ് വരുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ എന്താ പറയുക മ്യൂട്ടാക്കിയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, ടീച്ചേഴ്സൊക്കെ അടിച്ച് പൊളിച്ച് തന്നെയാണ് ഡാൻസ് കളിച്ചത്. പിള്ളേരുടെ ഡാൻസൊക്കെ കഴിഞ്ഞ ടീച്ചേഴ്സ് ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോൾ പിള്ളേർക്കും എല്ലാവർക്കും നല്ലൊരു സർപ്രൈസായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ പിള്ളേരൊക്കെ നന്നായി ഒപ്പം ഡാൻസ് കളിക്കും. ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ പിള്ളേർ ഓഡിയൻസായിട്ടിരിക്കുന്ന പിള്ളേരടക്കം, അതായത് നമുക്ക് ഡാൻസും പാട്ടൊന്നും കളിക്കാൻ പറ്റാണ്ട് ഒരു വിഷമത്തിലിരിക്കില്ലേ, എന്നെ പോലെ പേടിയുള്ള പിള്ളേർ ഡാൻസൊക്കെ കളിക്കാൻ സ്റ്റേജിൽ. എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല എനിക്കതൊക്കെ നല്ലൊരു ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്ക് ഓടിപ്പോയി കളിക്കാൻ പറ്റിയൊരു സ്റ്റേജ് ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് കൊണ്ട് എല്ലാവരും പാട്ട് വെച്ച് അതിനനുസരിച്ചിട്ട് തന്നെ മാക്സിമം കുറേ പേര് സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ. നല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ കളിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ കളിച്ചു. ഫാൻ ഓഫ് ചെയ്യരുത്, ഫാൻ സ്വിച്ച്
ലൈറ്റ് മാത്രം ഓഫ് ചെയ്താൽ മതി. നമ്മുടെ ഒരു ഗസ്റ്റ് അല്ല എല്ലാ പരിപാടികളും കഴിഞ്ഞ ശേഷം സാർ ആദ്യം അനൗൺസ് ചെയ്ത DJ പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ തിരക്കായിരുന്നു പിന്നെ കേട്ടോ. എല്ലാവരും ഫ്രണ്ടിലത്തെ ചെയറൊക്കെ എടുത്ത് ബാക്കിലേക്ക് ഇട്ടിട്ട് ആ ചെയറുകൾക്ക് നടുവിലൊരു ലൈൻ കൊടുത്തു കേട്ടോ ചെയറും കൊണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ പറയുക ബോയ്സും ഗേൾസും എല്ലാവരും കൂടിയിട്ട് വല്ല അടിയും പ്രശ്നങ്ങളൊന്നും നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സാർ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്ഥലം കൊടുത്തു ഡാൻസ് കളിക്കാൻ കേട്ടോ. എല്ലാവരും അതുകൊണ്ട് നന്നായി എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഡാൻസ് കളിച്ചത്. ഞാൻ കുറച്ച് നേരയ്ക്കും ഇവിടെ നിന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല കേക്ക് കൊടുക്കാനുള്ള നേരമായപ്പോൾ ഞാൻ പതുക്കെ ഇവിടുന്ന് എസ്കേപ്പായി. എന്നിട്ട് വേഗം കേക്കൊക്കെ കൊടുത്തിട്ട് വന്നു. ഇത് ഈ പാട്ടിനനുസരിച്ചിട്ട് തന്നെ പിള്ളേർ നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. എല്ലാവരും എക്സാമിൻ്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ എല്ലാവരും മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും അതേപോലെ എല്ലാവർക്കും എന്തായാലും പരീക്ഷ പടിവാതിലിൽ എത്തിയിരിക്കുന്ന സമയത്ത് എല്ലാ ടെൻഷനും മറന്ന് പിള്ളേർക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവാൻ അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ A+ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ രക്ഷിതാക്കളുടെ പേരിലും അതേപോലെ സ്റ്റുഡൻസിൻ്റെ പേരിലും എല്ലാം നന്ദി അറിയിക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക.